ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കീർത്തിസ് വേൾഡ്. നമ്മൾ ഇന്നിവിടെ ഒരു അടിപൊളി 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും ഒരേ കടികൾ കൊടുക്കാതെ നമുക്ക് ഇതിന് വെറൈറ്റി കൊടുത്താലോ ഒരു എക്സ്കോച്ച് ഉണ്ടാക്കാം. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു മസാല ഉണ്ടാക്കണം. അതിനായിട്ട് സവാള, കരിയാപ്പില, മല്ലിയില, ഇഞ്ചി അരച്ചത്, പച്ചമുളക് അരച്ചത്, വെളുത്തുള്ളി അരച്ചത്, പിന്നെ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച കുറച്ച് ചിക്കൻ കൂടി വേണം. ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു മാവ് കുഴച്ചെടുക്കണം. 250 ഗ്രാം മൈദയാണ് ഞാൻ എടുത്തത്. 250 ഗ്രാം മൈദയിലേക്ക് 1/4 സ്പൂൺ ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും 1 സ്പൂൺ ഈസ്റ്റും കൂടി ചേർത്ത് നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഇതിന് സെൻട്രലായിട്ട് വെള്ളം ഒഴിച്ച് ആദ്യം ഈ പഞ്ചസാരയൊന്ന് ഞാൻ അലിയിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഇത് ഫുള്ളായിട്ടൊന്ന് കുഴയ്ക്കുന്നത്. ഈ പഞ്ചസാര ഒന്ന് അലിയിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഞാൻ കുഴച്ചെടുക്കുന്നുണ്ട്. ഒരു ചപ്പാത്തിയുടെയൊക്കെ ഒരു പരുവാണ് നമ്മളിവിടെ കുഴച്ചെടുത്തിരിക്കുന്നത്. നന്നായി കുഴച്ചെടുത്തതിന് ശേഷം നമ്മളുടെ ഈ മാവ് ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. ഈ സമയം നമുക്ക് ഒരു മസാല ഉണ്ടാക്കാം. ആദ്യമായിട്ട് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സവാള ഇട്ടൊന്ന് വാട്ടി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. സവാള വേഗം വഴറ്റി വരാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കുന്നത് സഹായിക്കും. സവാളയൊന്ന് വാടി വരുമ്പോഴത്തേക്കിനും ഇതിലേക്ക് 1/4 സ്പൂൺ ഇഞ്ചി ചതച്ചതും 1/4 സ്പൂൺ വെളുത്തുള്ളി ചതച്ചുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 സ്പൂൺ പച്ചമുളക് ചതച്ചതും കൂടി ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, കരിയാപ്പില ഇതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/4 സ്പൂൺ ചിക്കൻ മസാല, 1/2 സ്പൂൺ മുളക് പൊടി ഇത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. ഈ വഴറ്റിയെടുത്തേക്കിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ച് ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുമ്പ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവ് ഓരോ ബോളുകളായിട്ട് ഇങ്ങനെ എടുക്കുക. എനിക്കിവിടെ 250 ഗ്രാം മാവിൽ നിന്നും 6 ബോളാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഈ മാവ് ബോളാക്കി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. 5 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. നമ്മുടെ ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിതൊരു പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. വലിയ വലിപ്പത്തിലാക്കുന്നില്ല, ചെറിയൊരു വലിപ്പത്തിൽ ഇങ്ങനെ എല്ലാം നമുക്കൊന്ന് പരത്തി എടുക്കാം. അതിന് ശേഷം നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ മസാല എല്ലാത്തിലും വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചത് ഞാൻ ലേശം ചിക്കനും കൂടി ഒന്ന് അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പുഴുങ്ങിയ മുട്ട എടുത്ത് സെൻറ്റർ കട്ട് ചെയ്ത് ഓരോ പീസായിട്ട് എല്ലാത്തിനും മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ മുട്ടയും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഒരു സൈഡിൽ നിന്നും ഫുള്ള് ഇങ്ങനെ ചുറ്റി 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 ഇപ്പുറ സൈഡ് വരെ വന്നിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. ഓരോ ഭാഗവും ചെറുതായിട്ട് സൈഡ് പിടിച്ച് മുകളിലായിട്ട് വെച്ച് ഫുള്ള് വരുമ്പോൾ ഇത് നമ്മുടെ കവറാകുന്നതാണ്. ഇങ്ങനെ ഇത് ഫുള്ള് സെറ്റാക്കി എടുത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കമത്തി വെക്കണം. അങ്ങനെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. 120 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ നമ്മളൊരു 10 മിനിറ്റ് ഈ മാവൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓവനിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് മുട്ട നമ്മൾ അടിച്ച് കലക്കി വെച്ചിട്ടുണ്ട്. ആ മുട്ടയിലൊന്ന് മുക്കി ബ്രെഡ് ക്രംസിൽ കൂടി ഒന്ന് മുക്കിയെടുക്കുക. ഇത് നമുക്ക് എടുക്കാനുള്ളതാണ്. എല്ലാം നമുക്കിങ്ങനെ എടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ചട്ടിയിൽ എണ്ണ ചൂടാകാൻ വേണ്ടി വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇത് ഇട്ട് കൊടുക്കുക. 2 സൈഡും മൂപ്പിച്ച് നമുക്ക് എടുക്കാം.
നമ്മളിത് എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് മയോണൈസ് കൂടെ വേണം. അത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗിലേക്ക് ഈ മയോണൈസ് ഇട്ടതിന് ശേഷം നമ്മൾ മുമ്പ് വറുത്ത് കോരി വെച്ചിരിക്കുന്ന എഗ് സ്കോച്ചിൻ്റെ സെൻറ്ററിൽ സ്പൂണും കൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയ ഹോളിട്ട് കൊടുക്കുക. ഈ ഹോളിലേക്ക് നമ്മൾ ഈ പൈപ്പിംഗ് ബാഗിൽ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന മയോണൈസ് കുറേശ്ശെയായിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കരിയാപ്പില കൂടി ഒന്ന് എണ്ണയിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതും കൂടി ഇതിൻ്റെ മണ്ടയ്ക്കായിട്ട് വെച്ച് കൊടുക്കുക. നമ്മുടെ എഗ് സ്കോച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു എഗ് സ്കോച്ചാണ്. എല്ലാവരും ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ.